നമസ്കാരം. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ജസ്റ്റ് ഒരു സാമ്പിൾ ക്ലാസ് ആണ്, ഒരു ഇൻട്രോ ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് ഫുൾ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ലിങ്ക് എല്ലാം നമ്മൾ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അപ്പം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ രണ്ട് ഡിസീസുകൾ, അതായത് ഡിസീസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. കമ്മ്യൂണിക്കബിളും ഉണ്ട്, നോൺ കമ്മ്യൂണിക്കബിളും ഉണ്ട്, പകരുന്നതും പകരാത്തതും ഉണ്ട്. രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം ഇന്നത്തെ കാലത്ത് പകരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പോലെ തന്നെ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും 3 തൊട്ട് 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. മിനിമം നിങ്ങൾക്ക് ഒരു 4 മാർക്ക് ഈ ഏരിയയിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റും. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ പഴയ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 4 ക്വസ്റ്റ്യൻസ് എങ്കിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത ഒരിക്കലും സിംഗിൾ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. 3-4 ഓപ്ഷൻസിനകത്തുനിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. അതാണ് ഈ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പ്രത്യേകത. അപ്പോൾ കുറച്ച് നമ്മളൊരു കാര്യമായിട്ടൊക്കെ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ ആദ്യം എൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് is a disease that is not transmissible directly from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ പകരാത്ത ഡിസീസുകളെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ഡയബറ്റീസ് ഒരിക്കലും വന്നെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫീവർ ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ ഫീവർ പിടിക്കുന്നു, അതേപോലെ ഡയബറ്റീസ് ഒരിക്കലും പിടിക്കില്ലല്ലോ. നെക്സ്റ്റ് ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ക്യാൻസർ, ക്രോണിക് ലങ് ഡിസീസ്, സ്ഥിരമായിട്ടുണ്ടാകുന്ന ലങ് ഡിസീസ്, പിന്നെ അതർ NCD. നമ്മൾ NCDയുടെ ഫുൾ ഫോം എപ്പോഴും നമ്മൾ NCD എന്നായിരിക്കും ചിലപ്പോൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ്. അടുത്തത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് കാർഡിയോവാസ്കുലർ. ഇത് പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ഒരു 3 ഓപ്ഷൻ തരും, എന്നിട്ട് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസും കൂടെ തരും. അപ്പൊ ഇതിൽ ഏതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കുറെ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് NCD എന്ന് ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്ന ഒന്നാമത്തത് കാർഡിയോവാസ്കുലർ, അതായത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹൃദ്രോഗം പോലെയുള്ള ഡിസീസുകൾ. അടുത്തത് റീനൽ, അതായത് നമ്മുടെ കിഡ്നി ആയിട്ട് അല്ലെങ്കിൽ വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ. അടുത്ത നെർവസ്, നമ്മുടെ നെർവുകൾ അല്ലെങ്കിൽ ഞരമ്പുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട ഡിസീസുകൾ. ഇതൊന്നും പകരുന്നതല്ല. മെന്റൽ ഡിസീസ് പകരുന്നതല്ല. നെക്സ്റ്റ് മസ്കുലോസ്കെൽറ്റൽ കണ്ടീഷൻസ്, അതായത് മസിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ. ഏതൊക്കെയാണ്? ആർത്രൈറ്റിസ്, വാതരോഗമൊന്നും പകരാറില്ലല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ഡിസീസുകൾ. നെക്സ്റ്റ് ക്രോണിക് നോൺ സ്പെസിഫിക് റെസ്പിറേറ്ററി ഡിസീസ്, ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസീസ്. അതായത് എല്ലാ റെസ്പിറേറ്ററി ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ അല്ല, ചിലതൊക്കെ കമ്മ്യൂണിക്കബിൾ ആണല്ലോ. അപ്പോൾ ഇപ്പം നമ്മളെ TB ഒക്കെ എന്താണ്? കമ്മ്യൂണിക്കബിൾ ആണ് വരുന്നത്. പക്ഷെ ക്രോണിക് ആയിട്ട് വരുന്ന നോൺ സ്പെസിഫിക് റെസ്പിറേറ്ററി ഡിസീസുകൾ ഒരിക്കലും സ്പ്രെഡ് ചെയ്യത്തില്ല അല്ലെങ്കിൽ പകരില്ല. എക്സാമ്പിൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് വരാറില്ലേ? അത് സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നോൺ കമ്മ്യൂണിക്കബിൾ ആണ്. നെക്സ്റ്റ് എംഫൈസ്മ എന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിന്റെ മസിൽ ഇലാസ്റ്റിസിറ്റി കുറയുന്ന അവസ്ഥയാണ്. ആവശ്യത്തിന് ലങ്സ് വികസിക്കാൻ പറ്റാത്ത അവസ്ഥ, അത് നമുക്ക് വീസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോഴാണ്. നെക്സ്റ്റ് ആസ്മ, അറിയാലോ, ബ്രോങ്കിയൽ ആസ്മ, അതൊന്നും നമുക്ക് പകരില്ല. നെക്സ്റ്റ് പെർമനന്റ് റിസൾട്ട്സ് ഓഫ് ആക്സിഡന്റ്, ഒരു ആക്സിഡന്റ് വന്നിട്ട് കൈകാലുകൾ തളരുക, അതൊന്നും ഒരിക്കലും സ്പ്രെഡ് ആവില്ലല്ലോ. നെക്സ്റ്റ് സെനിലിറ്റി, എന്താ? വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള ഡിസീസുകൾ. പിന്നെ ബ്ലൈൻഡ്നെസ്, കാഴ്ചയില്ലായ്മ. ക്യാൻസർ ഒരിക്കലും പകരില്ല. ഡയബറ്റീസ് പകരില്ല. ഒബിസിറ്റി എന്താണ്? അമിതവണ്ണം. ആൻഡ് വേരിയസ് അതർ മെറ്റബോളിക് ആയിട്ടുള്ളതും ആൻഡ് ഡീജനറേറ്റീവ്, പ്രായമാകും തോറുമുള്ള തേയ്മാനം, അങ്ങനത്തെ ഡിസീസുകളും ഒരിക്കലും പകരില്ല. ആൻഡ് ക്രോണിക് റിസൾട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ചില കമ്മ്യൂണിക്കബിൾ ഡിസീസുകളുടെ ഒരുപാട് നാൾ അത് നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഡിസീസുകളും സ്പ്രെഡ് ചെയ്യത്തില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിപ്പം ഡെങ്കിപ്പനി വന്നു അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ വന്ന ശേഷം എപ്പോഴും മുട്ടുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരിക്കലും സ്പ്രെഡ് ആവത്തില്ലല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഏതൊക്കെ ഡിസീസ് ആണെന്നൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇതിൽ നിന്ന് തന്നെ ഓപ്ഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്.
ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദ ഇമ്പാക്ട് ഓഫ് ക്രോണിക് ഡിസീസ് ഓൺ ദി ലൈഫ്സ് ഓഫ് ദി പീപ്പിൾ ഈസ് സീരിയസ്. അതായത് ഇങ്ങനെ ഉണ്ടാവുന്ന ക്രോണിക് ഡിസീസുകൾ, തുടർച്ചയായിട്ടുണ്ടാവുന്ന രോഗങ്ങൾ ഇവരുടെ ജീവിതത്തെ ബാധിക്കും. അപ്പൊ ഇതും ഓപ്ഷൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട്. എങ്ങനെയൊക്കെ വെൻ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ലോസ് ഓഫ് ലൈഫ്, അവരുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവനെ ബാധിക്കുമ്പോൾ, ക്രോണിക് ഡിസീസുകൾ വന്ന ശേഷം കുറെ ഇപ്പൊ ക്യാൻസർ വന്നു, അതിന്റെ സൈഡ് കുറെ സഫർ ചെയ്ത ശേഷം പേഷ്യന്റ് മരിച്ചു പോകുന്നല്ലോ. അപ്പൊ ലോസ് ഓഫ് ലൈഫ്, ഡിസേബിൾമെന്റ്, എന്തെങ്കിലും കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന ജോലികൾ ചെയ്യാൻ പറ്റാതായി പോവുക, ഭിന്നശേഷിക്കാരായി പോവുക, അങ്ങനെയൊക്കെ പറയില്ല, അതൊക്കെ വരും. പിന്നെ ഫാമിലി ഹാർഡ്ഷിപ്പ്, അതായത് കുടുംബത്തെ ബാധിക്കുന്ന അവസ്ഥ. വീട്ടിലൊരാൾക്ക് അങ്ങനത്തെ ഒരു സ്ഥിരമായിട്ട് ഒരു സ്ട്രോക്ക് പോലത്തെ ഡിസീസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഫിനാൻഷ്യലിയും എല്ലാം ഇൻസെക്യൂർഡ് ആവും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ ബാധിക്കും അല്ലേ. പൈസ ഉണ്ടാവത്തില്ല, ഫുഡിന് ബുദ്ധിമുട്ട് വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ഇവരെ ബാധിക്കും. ആൻഡ് പോവർട്ടി, അതായത് ദാരിദ്ര്യം ഉണ്ടാവും. ആൻഡ് എക്കണോമിക് ലോസ് ടു ദി കൺട്രി, ഇത് ആളുകൾക്ക് മാത്രമല്ല ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വരെ നഷ്ടമാണ്. ഇപ്പൊ ചൈനയിൽ അത് കോവിഡ് വന്ന ശേഷം രാജ്യം ഒരുപാട് എക്കണോമിക് ലോസിലേക്ക് പോയി, ഇന്ത്യയും പോയി. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മൾ ഈ ക്രോണിക് ഡിസീസിന്റെ സൈഡ് എഫക്ട്സ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത്രയും വാക്കുകൾ പഠിച്ചു വെക്കുക: ലോസ് ഓഫ് ലൈഫ്, ഡിസേബിൾമെന്റ്, ഫാമിലി ഹാർഡ്ഷിപ്പ്, പോവർട്ടി ആൻഡ് എക്കണോമിക് ലോസ് ടു ദി കൺട്രി. ഇത് ഏതെങ്കിലുമൊക്കെ ഓപ്ഷനിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. Developing countries are now warned to take appropriate steps to avoid the epidemics of non-communicable diseases likely to come with the socio-economic and health development. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ എപ്പിഡമിക്സ്, നമ്മൾ എപ്പിഡമിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കൂട്ടം ഒരു ഡിസീസ് വന്നിട്ട് ആ ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുക. അപ്പം അങ്ങനത്തെ അത് കമ്മ്യൂണിക്കബിൾ മാത്രമല്ല, നോൺ കമ്മ്യൂണിക്കബിൾ ആണെങ്കിലും അതിനെ എപ്പിഡമിക്സ് ആയിട്ട് കണ്ടിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, രാജ്യത്തിന്റെ സോഷ്യോ എക്കണോമിക്കിനെയും ഹെൽത്ത് ഡെവലപ്മെന്റിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യ ഈസ് എക്സ്പീരിയൻസ് എ റാപ്പിഡ് ഹെൽത്ത് ട്രാൻസിഷൻ. ഇന്ത്യയിൽ ഒരു ഹെൽത്ത് ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. വിത്ത് എ റൈസിംഗ് ബർഡൻ ഓഫ് NCD, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ NCDs വരുന്നത്. കോസിംഗ് സിഗ്നിഫിക്കന്റ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി, ഇത് കാരണം എന്ത് പറ്റും, അതായത് ഒരുപാട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇന്ത്യയിൽ കൂടുന്നത് കൊണ്ട് തന്നെ മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും കൂടുന്നുണ്ട്. മോർബിഡിറ്റി എന്ന് വെച്ചാൽ കുറെ ഡിസീസുകളൊക്കെ അഫക്റ്റ് ചെയ്യുക, വയ്യാതാവുക. മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മരണനിരക്ക്. അപ്പൊ മരണം ഉണ്ടാവുകയും ചെയ്യുന്നു, ഒരുപാട് ഡിസീസുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ബോത്ത് ഇൻ അർബൻ ആൻഡ് റൂറൽ പോപ്പുലേഷൻ, അർബൻ എന്നോ റൂറൽ എന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലായിടവും NCD കാരണം മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും കൂടുന്നുണ്ട്. വിത്ത് കൺസിഡറബിൾ ലോസ് ഇൻ പൊട്ടൻഷ്യലി പ്രൊഡക്റ്റീവ് ഇയേഴ്സ്, അതായത് കൂടുതലും ബാധിക്കുന്ന ആരെയാണ്, പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിനെയാണ് കേട്ടോ. 35 വയസ്സ് തൊട്ട് 64 വയസ്സ് വരെയാണ് പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത് ചില സ്ഥലത്ത് പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് 35 തൊട്ട് 55 പറയുന്നുണ്ട്. പക്ഷെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യം വന്നപ്പോൾ അത് 64 വയസ്സ് വരെയാണ് പറയുന്നത്. അടുത്തത് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇങ്ങനത്തെ ഡിസീസിലൊക്കെ ഉണ്ടാവാനുള്ള പ്രധാന ഘടകങ്ങൾ നോക്കാം. മോസ്റ്റ് എപ്പിഡെമിയോളജിസ്റ്റ് അക്സെപ്റ്റ് ദാറ്റ് എ സെറ്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ എ മേജർ ഷെയർ ഓഫ് അഡൽട്ട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, മോർബിഡിറ്റി ആൻഡ് പ്രിമച്വർ മോർട്ടാലിറ്റി. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പ്രീമച്വർ മോർട്ടാലിറ്റി ആയിരിക്കും കേട്ടോ. അതിപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള പേഷ്യന്റിനാണെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ചെറിയ പ്രായത്തിലെ മരിച്ചു പോകാറില്ലേ, ഒരു 45 വയസ്സൊക്കെ ആകുമ്പോഴേ മരിക്കാറില്ലേ. അപ്പൊ അതൊക്കെ പ്രീമച്വർ മോർട്ടാലിറ്റി ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണമാകുന്നതെന്ന് നോക്കാം. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അകറ്റാൻ കഴിയും. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പോലെ തന്നെ NCDക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന വീടുകളിലെല്ലാം മിക്കവാറും NCDകളും കാണും. അപ്പൊ അതിൽ ആദ്യത്തെ റിസ്ക് ഫാക്ടർ, ഈ റിസ്ക് ഫാക്ടർ വെച്ച് തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടേ. അപ്പൊ റിസ്ക് ഫാക്ടർ ടൊബാക്കോ, പുകയില ഉപയോഗിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 6 million people die from tobacco use each year, both from direct tobacco use and second hand smoke. അപ്പോൾ കൂടുതലും ടൊബാക്കോ അല്ലെങ്കിൽ പുകയില കാരണമാണ് ഡെത്തുകൾ കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ടൊബാക്കോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ അത് ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ സിഗരറ്റ് വലിക്കുമ്പോൾ അതിന്റെ
സ്മോക്ക് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് ഏറ്റിട്ട് അങ്ങനെയും ഡിസീസുകൾ വരാറുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്കും ടൊബാക്കോ യൂസും ആണ് മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ഇൻസഫിഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്, വ്യായാമം ഇല്ലാത്ത അവസ്ഥ. ഈ റിസ്ക് ഫാക്ടറും ഉറപ്പായിട്ട് ഓർത്തു വെച്ചിരിക്കണം. റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്. ഡെയിലി വ്യായാമം ചെയ്താൽ ഹൃദ്രോഗം ഉണ്ടാവത്തില്ലെന്ന് നമുക്കറിയാമല്ലോ. ഹൃദ്രോഗം മാത്രമല്ല, ഹൈ ബി പി ഉണ്ടാവില്ല, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാവില്ല, അതുപോലെ ക്യാൻസർ. എന്തൊക്കെ ക്യാൻസർ? ബ്രസ്റ്റ് ക്യാൻസറും കോളൻ ക്യാൻസറും, അതായത് കുടലിലുണ്ടാവുന്ന ക്യാൻസർ. നെക്സ്റ്റ് മെന്റൽ ഡിസീസ് ആയിട്ടുള്ള ഡിപ്രഷൻ, ഇതൊന്നും ഉണ്ടാവത്തില്ല. സോ ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസഫിഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മെയിൻ റിസ്ക് ഫാക്ടർ ഓഫ് NCD ആണ്. നെക്സ്റ്റ് NCD റിസ്ക് ഫാക്ടർ ആണ് ഹാർംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിന്റെ ഉപയോഗം. മോർ ദാൻ ഹാഫ് ഓഫ് ദീസ് ഡെത്ത് ഒക്കർ ഫ്രം NCDs ഇൻക്ലൂഡ് ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് ലിവർ സിറോസിസ്. സ്ഥിരമായിട്ട് ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളിൽ NCD കോമൺ ആണ്. എന്തൊക്കെ ഉണ്ടാകും? ക്യാൻസർ ഉണ്ടാവാം, കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാവാം, ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടിയിട്ട് പെട്ടെന്ന് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഏറ്റവും പ്രധാനം എന്താണ്? ലിവർ സിറോസിസ്. ലിവറിനും സിറോസിസ് സംഭവിക്കുക. ഇതൊക്കെ എന്താണ്? റിസ്ക് ഫാക്ടർ ആണ് കേട്ടോ. അടുത്ത അൺഹെൽത്തി ഡയറ്റ് ആണ്. അഡിക്വേറ്റ് consumption of fruit and vegetables reduces the risk for cardiovascular disease, stomach cancer, കോളോറെക്ടൽ ക്യാൻസർ. നമ്മൾ മൈദ അങ്ങനത്തെ ജങ്ക് ഫുഡ് കഴിക്കുന്ന തന്നെയാണ് നമ്മൾ അൺഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ട്രൈഗ്ലിസറൈഡും LDL ഒക്കെ കൂടും നമ്മുടെ ബോഡിയിൽ. അങ്ങനെയാണ് നമുക്ക് ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ KFC പോലത്തെ സംഭവങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ക്യാൻസറിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഡെയിലി ഫുഡിൽ എന്താണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്റ്റൊമക് ക്യാൻസറും കോളോറെക്ടൽ ക്യാൻസറും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഹൈ സാൾട്ട് കൺസപ്ഷൻ. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപ്പ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇത് പോരാഞ്ഞിട്ട് ചോറിന് മുകളിൽ ഉപ്പ് വിതറുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതെന്തിന് ഡയറക്റ്റ് എങ്ങോട്ട് പോകും? ബ്ലഡ് പ്രഷർ ഹൈ ആവാനേ ഇത് കാരണമാകത്തുള്ളൂ. അതേപോലെ ബ്ലഡ് പ്രഷർ ഹൈ ആയി എന്ത് പറ്റും? അത് കാർഡിയോവാസ്കുലർ ഡിസീസിനും കാരണമാകും, അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ ഡിസീസുകൾ വരികയും ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ അൺഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് ഹൈ കൺസപ്ഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ട്രാൻസ് ഫാറ്റി ആസിഡ്സ്. നമ്മുടെ ബോഡിക്ക് ഒട്ടും ഉപകാരപ്പെടാത്ത സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റുകൾ, ഒത്തിരി മീറ്റും ബീഫും എല്ലാം നമ്മൾ കഴിക്കുമല്ലോ, ഫ്രൈ ഒക്കെ ചെയ്ത്. ഈ ബീഫൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്? ട്രാൻസ് ഫാറ്റി ആസിഡ്സിലാണ്. നമ്മൾ കൂടുതലും വീണ്ടും റീയൂസ് ചെയ്ത ഓയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം എന്താണ്? അൺഹെൽത്തി ഡയറ്റിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത റിസ്ക് ഫാക്ടർ നമ്മൾ പറഞ്ഞതാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത്. അത് ഉപ്പിന്റെ ഉപയോഗവും വ്യായാമം ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ്. നെക്സ്റ്റ് ഓവർ വെയ്റ്റ് ആൻഡ് ഒബിസിറ്റി, അതായത് അമിതവണ്ണം. Risk of the heart disease, stroke and diabetes increases steadily with increasing body mass index. Raised BMI also increases the risk of certain cancer. BMI കൂടി കഴിഞ്ഞാൽ തന്നെ ഈ ഡിസീസുകളെല്ലാം വരും. അതേപോലെ ചില ക്യാൻസറുകൾ പോലും BMI എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ്. അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കണം. സോ അതെല്ലാം തന്നെ നമുക്ക് ഓവർ വെയ്റ്റ് ആൻഡ് ഒബിസിറ്റിക്ക് കാരണമാകും. നെക്സ്റ്റ് റേസ്ഡ് കൊളസ്ട്രോൾ ആണ്. അതറിയാലോ, ഹാർട്ട് ഡിസീസും സ്ട്രോക്കിനും ഒക്കെയാണ് കൊളസ്ട്രോൾ കാരണമാവുന്നത്. അടുത്ത ലാസ്റ്റ് ക്യാൻസർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്. ഒരാൾക്ക് ക്യാൻസർ വന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട അണുബാധകളും ഡിസീസിലേക്ക് പോകാറുണ്ട്. ദ പ്രിൻസിപ്പൽ ഇൻഫെക്ഷ്യസ് ഏജൻസ് ആർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഹെലിക്കോബാക്ടർ പൈലോറി. These infections are largely preventable through vaccination and measures to avoid transmission or treatable. ഇങ്ങനത്തെ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ എന്താണ് അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഡെത്തും കാര്യങ്ങളൊക്കെ സംഭവിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് എൻവയോൺമെന്റൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ പാരിസ്ഥിതികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒക്കുപേഷണൽ ഹസാർഡ്സ്, നമ്മൾ ഇപ്പൊ സിമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പാറമടയിൽ ജോലി ചെയ്യുന്നവർക്ക് സിലിക്കോസിസ് പോലെ ഡിസീസ് വരും. നെക്സ്റ്റ് എയർ വഴി വരും. അതുപോലെ വാട്ടർ പൊല്യൂഷന്, പൊസഷൻ ഓഫ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ് ഇൻ കേസ് ഓഫ് ഇഞ്ചുറീസ്. ഇതെല്ലാം എന്താണ്? എൻവയോൺമെന്റൽ റിസ്ക് ഫാക്ടറുകളാണ്. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് NCD ആണ് പറഞ്ഞത്. ഇത് ചോദിക്കും കേട്ടോ, റിസ്ക് ഫാക്ടേഴ്സ് മാത്രം വെച്ച് ചോദിക്കാറുണ്ട്. കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് കൊറോണറി ഹാർട്ട് ഡിസീസ്? CHD അല്ലെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസിന് ബന്ധപ്പെട്ട് നമ്മളിത് പഠിച്ചില്ല, പക്ഷെ ഇനിയുള്ള ക്ലാസ്സിൽ നമ്മളിത് പഠിക്കുന്നുണ്ട്. സോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഇട്ടേക്കുന്നത്. ആൻസർ നിങ്ങൾ കമന്റിൽ ചെയ്യണം. 1, 2, 3 ക്വസ്റ്റ്യൻസ് നമ്പർ ഇട്ടിട്ട് നിങ്ങൾ തന്നെ ആൻസർ കമന്റ് ചെയ്യണം.
ഓപ്ഷൻസ് ഇൻഡിവിജ്വൽസ് വിത്ത് ടൈപ്പ് എ പേഴ്സണാലിറ്റി ആർ നോട്ട് പ്രോൺ ടു CHD. ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് കൊറോണറി ഹാർട്ട് ഡിസീസ് വരില്ല. റിസ്ക് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. OCP കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ കോൺട്രിബ്യൂട്ട്സ് ടു CHD. ഹൈപ്പർ ടെൻഷൻ എന്താണ് കൊറോണറി ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെഡൻഡറി ലൈഫ് സ്റ്റൈൽസ് ഇൻക്രീസ് റിസ്ക് ഓഫ് CHD. സെഡൻഡറി ആയിട്ടുള്ള ഭയങ്കര മടി പിടിച്ചിട്ടുള്ള ലൈഫൊക്കെ എന്താണ് CHDയെ ബാധിക്കും. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുക. നോട്ട് കറക്റ്റ് ആണ് കേട്ടോ. The modified risk factors of hypertension is one among the following. റിസ്ക് ഫാക്ടർ തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതാണ് ഹൈപ്പർ ടെൻഷനായിട്ട് ബന്ധപ്പെട്ടത്? ഏജ്, സെക്സ്, ജനറ്റിക് ഫാക്ടർ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഇതിൽ ഏതാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി റൈറ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഹെൽത്ത് എഫക്ട്സ് ഓഫ് ദി ഒബിസിറ്റി. ഒബിസിറ്റിയുടെ എഫക്ട്സ്. There is slight risk of breast and colon cancer. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വായിച്ചെടുക്കാൻ തന്നെ നമുക്ക് സമയം എടുക്കും. ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. There is a slight risk of breast and colon cancer. ഒബിസിറ്റി ഉള്ളവരിൽ സ്ലൈറ്റ് ചെറുതായിട്ട് ബ്രസ്റ്റ് ആൻഡ് കോളൻ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. There is no risk of bone joint problems such as osteoarthritis. ഇവരിൽ osteoarthritis അല്ലെങ്കിൽ വാതരോഗങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. obese individuals are risk of sleep apnea. വണ്ണം ഉള്ളവർക്ക് സ്ലീപ്പ് അപ്നിയ എന്ന് വെച്ചാൽ ആബ്സെൻസ് ഓഫ് സ്ലീപ്പ്, ഉറക്കമില്ലായ്മ, അതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ 3 ഏതാണ് കറക്റ്റ്? ഓപ്ഷൻസ് 1 3rd 2nd is incorrect, 1 2nd correct, 3rd incorrect, all are correct, 1 2nd are correct, 1 incorrect. ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നിങ്ങൾ കാണുമ്പോൾ പോസ് ചെയ്ത് കണ്ടാൽ മതി. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ്. ഫീമെയിൽസ് കൊറോണറി ഹാർട്ട് ഡിസീസ് തന്നെ ക്വസ്റ്റ്യൻസ് വന്നേക്കുവാണ് കേട്ടോ. ഇത് 2 വർഷത്തെയും ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ കൊറോണറി ഹാർട്ട് ഡിസീസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് കേട്ടോ. ഫീമെയിൽസ് ആർ അറ്റ് എ ഹൈ റിസ്ക്. ലേഡീസിനാണ് കൂടുതൽ. ദ റിസ്ക് ഓഫ് ഡെത്ത് ഫ്രം കൊറോണറി ഹാർട്ട് ഡിസീസ് ഡിക്രീസ് ദി സെസേഷൻ ഓഫ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ്, റിസ്ക് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ് ആർ നത്തിങ് ടു ഡു വിത്ത് നമ്പർ ഓഫ് സിഗരറ്റ് ഓരോ ദിവസവും സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നതിനെ കുറിച്ച്. റിസ്ക് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ് ഡിക്രീസ് ദ റൈസ് ഇൻ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത് കുറയ്ക്കുന്നതാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ്. ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഫുൾ കോഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗ്രൂപ്പ് ലിങ്ക് കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ക്ലാസ്സും PDF നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലാസ്സുകൾ എടുക്കുന്നത് കമ്മ്യൂണിറ്റി മെഡിസിൻ PG ഡോക്ടേഴ്സ് ആണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടേഴ്സ് ആണ്. പാർക്ക് ടെക്സ്റ്റ് കംപ്ലീറ്റ് പഠിച്ച ഡോക്ടേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ്, ആഴ്ചയിൽ 3 ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ മാസവും നമ്മൾ അസസ്മെന്റ് എക്സാംസ് ഒക്കെ നടത്തും. ടോട്ടൽ ഫീസ് വെറും 2000 രൂപ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കറിയാം പല കോച്ചിങ് സെന്ററും 7000 8000 ഒക്കെയാണ് വാങ്ങിക്കുന്നതെന്ന്. പക്ഷെ ഞങ്ങൾ 2000 മാത്രമേ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടേഴ്സ് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്. ഒരു ഓപ്പൺ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പരാതികളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പറയാം. ഒരിക്കലും നമ്മുടെ ക്ലോസ്ഡ് ഗ്രൂപ്പ് ഒന്നും ആയിരിക്കത്തില്ല. മാക്സിമം പ്രയോജനപ്പെടുത്തുക. നല്ല ക്ലാസ്സുകളായിരിക്കും എന്ന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. കാരണം അത് ഡോക്ടേഴ്സ് എടുക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ വാല്യൂ അതേപോലെ അതിൻ്റെ നിലവാരവും ഈ ഒരു ക്ലാസ്സുകൾക്ക് ഉള്ളതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.